സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ത്യൻ ഹഠയോഗ എന്ന അത്യപൂർവ ഭാരതീയ ജാലവിദ്യ അവതരിപ്പിക്കുമ്പോൾ ഞെട്ടിക്കുന്ന അനുഭവമാണ് എനിക്കും മകൾ ഗോപികയ്ക്കുമുണ്ടായത്. ചുറ്റിനും ആൾക്കാർ നിൽക്കുന്ന പാതയോരത്ത് 6ാം ക്ലാസ്സുകാരിയായ മകൾ പിടിച്ചിരുന്ന മുളന്തട്ടിൽ സന്യാസിവര്യൻ്റെ വേഷം ധരിച്ച് 5 അടി ഉയരത്തിലേക്ക് പത്മാസനത്തിൽ അന്തരീക്ഷത്തിൽ നിലയുറപ്പിച്ച സമയത്ത് വിദ്യാസമ്പന്നരെന്ന് അഭിമാനിക്കുന്ന കേരള ജനതയുടെ യഥാർത്ഥ മുഖം പുറത്തു വന്നു. പ്രായഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യേ സ്വാമികളുടെ മുന്നിൽ അനുഗ്രഹം വാങ്ങാനെത്തിയത് നിരവധി പേർ. ഇന്ദ്രജാലമാണെന്ന് പറഞ്ഞിട്ടും അതിലെഴുതിയ ബാനർ സമീപമുണ്ടായിട്ടും കൂട്ടാക്കാതെ മാന്ത്രികനെ ദിവ്യനായി കാണാനായിരുന്നു ജനങ്ങൾക്ക് താല്പര്യം. 15 മിനിറ്റ് മാജിക് അവതരിപ്പിക്കാനെത്തിയ ഞങ്ങൾ ഒരു മുളന്തട്ടിൽ പിടിച്ച് അന്തരീക്ഷത്തിൽ പത്മാസനത്തിൽ നിലയുറപ്പിച്ചത് 2.5 മണിക്കൂർ. ചൂടധികമായപ്പോൾ കൂടെയുണ്ടായിരുന്ന ജ്യേഷ്ഠൻ കുടിക്കാൻ കുപ്പിവെള്ളം നീട്ടി. അത് കണ്ട് തെറ്റിദ്ധരിച്ച ഒരു സ്ത്രീ ചേട്ടനെ വിലക്കി. അവർ ഒരു ഓട്ടോ പിടിച്ച് 1.5 കിലോമീറ്റർ സഞ്ചരിച്ച് കിഴക്കേക്കോട്ടയിൽ പോയി 3 കരിക്ക് മേടിച്ച് തിരികെ എത്തി സ്വാമികൾക്ക് സമർപ്പിച്ചു. നിർബന്ധിച്ചിട്ടും പൈസ വാങ്ങാൻ അവർ തയ്യാറായില്ല. മറ്റൊരു സ്ത്രീ സംശയത്തിന്റെ കണ്ണുകളുമായി എത്തി ചുറ്റിക്കറങ്ങി നോക്കി. സ്വാമികൾ അന്തരീക്ഷത്തിലാണെന്ന് ബോധ്യപ്പെട്ട് സ്വാമികളെ ക്ഷമിക്കണം, ഞാൻ തെറ്റിദ്ധരിച്ചു, അനുഗ്രഹിക്കണം എന്ന് ക്ഷമാപണം നടത്തി. ഭക്തജനപ്രവാഹം കണ്ട് അന്തരീക്ഷത്തിൽ നിന്ന് വിഭൂതിയെടുത്ത് നൽകുന്ന ഇന്ദ്രജാലം അവതരിപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചു. അതുകൂടിയായാൽ എത്തിപ്പെടുക മറ്റൊരു ലോകത്തായിരിക്കുമെന്ന് ബോധ്യപ്പെടുത്തുന്ന സാഹചര്യങ്ങളായിരുന്നു ചുറ്റും. ഇതൊക്കെ നടന്നത് സാംസ്കാരിക കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലാണെന്നത് മനസ്സിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. നമ്മൾ ചിന്തിക്കുക, ഈ പോക്ക് എങ്ങോട്ട്? അല്ലയോ സാംസ്കാരിക കേരളമേ, ലജ്ജിക്കുക.